മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് നസീഹത്ത് നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗം നടത്തുകയാണ്, ഉപദേശം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി പ്രവാചകന്റെ മുന്നിലിരുന്ന് ഉപദേശം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സഹാബിയുടെ ചെറിയ മകനാണെങ്കിൽ വാപ്പയുടെ അടുക്കലേക്ക് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു സഹാബിയുടെ മകൻ, ഒരു ചെറിയ ആൺകുട്ടി വാപ്പയുടെ ചാരത്തേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ കണ്ടപ്പോൾ വാപ്പ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തു. കാരണം മക്കളോട് സ്നേഹമുള്ളവരാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ട് ആ പിതാവ് തന്റെ പൊന്നാര മകൻ ആൺകുട്ടിയാണ്, ആ മകനെ എടുത്തു മടിയിൽ വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പൊന്നുമകൻ താന്റെ വാപ്പയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് നസീഹത്ത് കേൾക്കുകയാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതേ മനുഷ്യന്റെ പൊന്നാര മകൾ, ഒരു മകളുകൂടെ വാപ്പയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ആ മനുഷ്യന്റെ ഒരു ചെറിയ മകള് വാപ്പയുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ ആ പിതാവ് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് തന്റെ പൊന്നുമകളെ താഴേക്കിരുത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാ. അപ്പോൾ രണ്ടാമത് വന്ന് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് താഴെ ഇരുത്തുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, മാ അദൽതാ, നിങ്ങൾ നീതി കാണിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് നസീഹത്തിന്റെ ഇടയിൽ ആ പിതാവിനോട് പറയുകയാണ്, നിങ്ങൾ നീതി കാണിക്കണം. ആ പിതാവിനോട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ നീതി കാണിക്കണം. കാരണം എന്തെന്നറിയുമോ? നിങ്ങളുടെ പൊന്നാര മകനെടുത്തു വന്നപ്പോൾ ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് നിങ്ങൾ അവനെ മടിയിലിരുത്തി. പക്ഷേ നിങ്ങളുടെ പൊന്നുമോട് കടന്നു വന്നപ്പോ ആ മകൾക്ക് ചുംബനം കൊടുത്തിട്ട് നിങ്ങളെ താഴെയാണ് ഇരുത്തിയത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി കാണിക്കണം. ഒന്നുകിൽ ആ പൊന്നുമോളെ നിങ്ങളുടെ മടിത്തട്ടിലിരുത്ത്, ഇല്ലെങ്കിൽ മടിയിലിരിക്കുന്ന മകനെയും താഴെ ഇറക്കി ഇരുത്തണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ പിതാവിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളെ മക്കളോട് നീതി കാണിക്കണമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് ലോകത്തിന്റെ നേതാവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ വിഭാഗമാരാണ് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, നാളെ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നമ്മളൊക്കെ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ പടച്ചവനെ ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ കിടക്കുന്നവരുണ്ടല്ലോ, ഇവരെ പോലെ നമ്മളും ഒരു ദിവസം അവിടെ പോയി കിടക്കേണ്ടവരാണ്. എന്നിട്ട് നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ആദ്യമോതുമ്പോ ഈ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവനും നശിച്ച് തകർന്ന് തരിപ്പണമാവുകയാണ്. ആകാശത്ത് നിന്ന് പടച്ചവനെ നക്ഷത്രങ്ങൾ താഴെ വീഴുന്നു, സൂര്യനും ചന്ദ്രനുമെല്ലാം തീമഴയെല്ലാം നമ്മുടെ തലയുടെ മുകളിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. അതെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം പിന്നെയും ഒന്നുകൂടെ ഓതുന്ന ദിവസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖത്തുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് അല്ലാഹുവേ മുഖത്ത് മാംസമില്ലാതെ അല്ലാഹുവേ 41 വിഭാഗത്തില് പ്രവാചകന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. റബ്ബേ, ഉച്ചയ്ക്ക് ഉദിച്ചിരുന്ന ഇന്ന് പകലുണ്ടായിരുന്ന സൂര്യന്റെ ചൂട് കാരണം ഇന്ന് നമുക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ശരീരം ഇങ്ങനെ വിയർക്കുകയാണ്.
നമ്മുടെ ശരീരം ഇങ്ങനെ വിയർക്കുകയാണ്. പലരും ഫാനിന്റെ കീഴിൽ വന്നിട്ട് സ്ഥലം പിടിക്കുകയാ. ഇന്ന് ഉച്ചത്തെ ചൂട് അല്ലാഹുവേ ഈ സമയത്ത് പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകം ചെമ്പിന്റെ തറയാ. അല്ലാഹുവേ ചെരുപ്പിടാതെ വസ്ത്രങ്ങളില്ലാതെ പടച്ചവരെ നഗ്നരായിട്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും വന്ന് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ജന്മം നൽകിയ വാപ്പ തന്റെ മുന്നിലൂടെ നടന്നു പോയാൽ, നൊന്തു പ്രസവിച്ച ഉമ്മ നമ്മളെ കണ്ടാൽ, സ്വന്തം മക്കളെ കണ്ട പരിചയം പോലും കാണിക്കാത്ത, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു ദിവസം പരിഗണിക്കാത്ത ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അന്നെല്ലാവരും അലഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സർവരും നടക്കുകയാ. അതാ പ്രവാചകന്മാര് പോലും അവരുടെ അവസ്ഥകളെ കുറിച്ച്, അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഓതിയതാ ചിന്തിച്ചിട്ട് അവര് പോലും ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന ദിവസമുണ്ടല്ലോ. സ്വന്തം മക്കള് വാപ്പയെ കാണിച്ചിട്ട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് റബ്ബേ, എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ പിതാവിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ വേണമെങ്കിൽ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന് എല്ലാവരും പറയുന്ന ദിവസമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുകയാണ്. ചൂട് സഹിക്കാ കഴിയുന്നില്ല, ചൂട് സഹിക്കാ കഴിയുന്നില്ല. ആ ദിവസത്തിൽ മക്കള് പറയുന്നു, നാഥാ എന്റെ കാല് പൊള്ളുന്നുറപ്പേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കിടത്തിത്താ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കിടത്തിത്താ. ഞാൻ ഒരുപാട് നെഞ്ചത്ത് കിടന്നുറങ്ങിയതാണല്ലോ. ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കട്ടെ പടച്ചവര്, എന്നെ കൊണ്ട് ഈ ചൂട് സഹിക്കാ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള, വൻദോഷ വണ്ടിയുമായി വരുന്നേക്കാളാ. ക്ഷീണത്തിനാലുലിക്കുന്നതാണേള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോള. പടച്ചവനെ അതാ കല്ലുണ്ടല്ലോ, ഇഷ്ടികയുണ്ടല്ലോ. പടച്ചവനെ മണ്ണിൽ നിന്ന് ഇഷ്ടികയുണ്ടാക്കിയിട്ട് അത് മുഴുവനും ഇങ്ങനെ പറക്കി അടുക്കി വെച്ചിട്ട് അതാ തീകത്യതാ പച്ച വിറക് കൊണ്ടുവന്നതിനകത്തിട്ടിട്ട് വേവിച്ചിട്ട് ആ കട്ട ഇങ്ങനെ കളറ് മാറ്റുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ടോ? ചൂള കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? അതിനെക്കാളും ഭയാനകമായ അവസ്ഥയാടാ നാളെ പടച്ചറപ്പിന്റെ കോടതിയില്. മോനെ അതാ നാൽക്കാലികൾ കാള ഇങ്ങനെ ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? കാളവണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഭാരം വലിച്ചു കൊണ്ടുപോയിട്ട് അല്ലാഹുവേ ക്ഷീണം കാരണം ആ കാളയുടെ വായിലൂടെ പതയും നൊരയും ഒലിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നാളെ ജനങ്ങൾ ഒലിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങള് വീട്ടില് കറി വെക്കുമ്പോ അതാ ചോറ് വെക്കുമ്പോ വെള്ളം തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? കറി തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നാളെ തലച്ചോറ് തിളയ്ക്കുമ്മ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ ഭയാനകമായ ദിവസത്തില് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് മുത്തുനബിയുടെ ശഫാഅത്ത് വേണോ? ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് ഒന്നാമതായി പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ സ്വഹാബാ. 5 വഖത്ത് നമസ്കാരമുണ്ടല്ലോ, അതിലൊരു വിട്ടുവീഴ്ച
വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞിട്ടേ സർവ്വതുമുള്ളൂ. ആദ്യം അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തലാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബത്തേ, നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാകണം. ആ പ്രവാചകന്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ നിങ്ങൾ പരിശ്രമിക്കണേ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, അന വകാഫിൽ യതീമി ഫീ ജന്നത്തി ഹകദാ. യതീമായ മക്കളെ നിങ്ങൾ സ്നേഹിക്കണേ, അവരോട് നിങ്ങൾ കരുണ കാണിക്കണേ. നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഒരുമിച്ചാണെന്ന് പ്രവാചകൻ പറയുമ്പോ നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ അലാ ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ. നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് രണ്ട് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ രണ്ട് പെൺകുഞ്ഞുങ്ങളെ നല്ലതുപോലെ വളർത്തി, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു. നല്ല നിലയിലെ രണ്ട് പെൺമക്കളെ വളർത്തിയിട്ട് അവരെ നല്ല നിലയിലെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പാ, നാളെ നീ സ്വർഗ്ഗത്തിൽ മുത്തുനബിയുടെ കൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു കൊടുത്തുവിട്ട നാളെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൂടെ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് പെൺമക്കളുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എങ്ങനാ ഒന്ന് പൊക്കിക്കേ. രണ്ട് പെൺകുട്ടികളുള്ള ഉമ്മമാര്. ഇതെങ്ങനാ? അള്ളാഹു നിങ്ങൾക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. പെമ്മക്കളാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, പെമ്മക്കൾ വേണ്ടാന്ന് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുക അധികം പേരും. എങ്കിൽ ഇമാം ഗസാലി നിങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോ ആദ്യം വേണ്ടത് ആൺകുഞ്ഞ്. ഇല്ലേ മനുഷ്യന്മാരെ? എന്റെ ആഗ്രഹം അല്ല, പെണ്ണുങ്ങളുടെ ആഗ്രഹം എന്തേ? ആൺകുഞ്ഞ് വേണം, പെൺകുഞ്ഞ് വേണ്ട. എങ്കിൽ റസൂലുള്ളാഹി ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പെൺകുട്ടികൾ, അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ആൺകുട്ടി വന്നു, അവനെ ചുംബനം കൊടുത്തു മടിയിൽ കയറ്റിയിരുത്തി. പക്ഷെ പെൺകുട്ടി വന്നപ്പോഴോ ഉമ്മ കൊടുത്തിട്ട് താഴെ ഇരുത്തി. പാടില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പെണ്ണ് വീടിന്റെ വിളക്ക. അള്ളാഹു അത് വിളക്കാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പെൺമക്കൾ അത് വീടിന്റെ അനുഗ്രഹമാണ്. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് രണ്ട് പെൺമക്കളെ വളർത്തി കെട്ടിച്ചു വിട്ട സ്വർഗം കിട്ടുമെന്ന് പറയുന്ന കാര്യം? ആ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പറയും, ഒന്ന് പെണ്ണ് കെട്ടിച്ചാൽ തീരുമെന്ന്, അതോടുകൂടി തീർന്നാ വിചാരിക്കും. എന്നാ പെൺകുട്ടിയാണെങ്കിലോ കല്യാണം കഴിച്ചു വിട്ടാലും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ചിന്ത, എൻ്റെ മോള് സന്തോഷത്താണ്. മരിക്കണ കാലം വരെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പെൺമക്കളതാ. എപ്പോഴും അവരെ കുറിച്ചുള്ള ചിന്തയാ. എന്റെ മോളൊന്ന് നേരെയായിരുന്നെങ്കിൽ, അവളൊന്ന് നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ. കാരണം ആൺമക്കൾ എങ്ങനെയും ജീവിക്കും, പക്ഷെ പെൺകുട്ടികൾ എപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മരിക്കുന്ന കാലം വരെ ആ മക്കളെ കുറിച്ചുള്ള ചിന്തയാ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് വല്ലാത്ത സ്നേഹം, പെൺകുട്ടികളോട് പ്രത്യേകിച്ച് എന്റെ പൊന്നാര മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി വീടിന്റെ അകത്ത് കയറി വരുമ്പോ എഴുന്നേറ്റിരിക്കും.
ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. കാരണം അത്രയ്ക്കും ഇഷ്ടമാ പെൺകുട്ടിയെ തന്റെ പൊന്നാരകളോട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്ത് ഖിത്അത്തു മിൻ ഖബ്ദി, എന്റെ കരടിന്റെ കഷ്ടം. ലോകത്ത് ഏതെങ്കിലും വാപ്പ പറയോ? ലോകത്ത് ഇതുപോലെ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണിയാണ്, പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനുള്ള വഴിയാ നോക്കാം. അവളെ എങ്ങനെ കൊന്നുകളയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെണ്ണുങ്ങൾ 2 പ്രസവം കഴിഞ്ഞ് 2 പെണ്ണായി, അല്ലെങ്കിൽ 1 പെണ്ണൊന്നാ മതി, നിർത്തിക്കഴിഞ്ഞു, ഇനി വേണ്ട, പ്രസവിക്കണ്ട, അല്ലെ, നിർത്തിക്കഴിഞ്ഞ് ടെൻഷനും ബേജാറും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, പെൺമക്കളെ വളർത്തിയിട്ടിച്ച് കെട്ടിച്ചു വിട്ടാ മാത്രം പോരാ, പെൺമക്കളെ വളർത്തിയിട്ട് നല്ല ഒരു കോടീശ്വരന്റെ കയ്യിൽ കെട്ടിച്ചു കൊടുത്താ സ്വർഗം കിട്ടുമെന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെൺമക്കളെ നല്ലതുപോലെ വളർത്തണം. അതിത്തിരി ത്യാഗമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് എന്റെ പ്രിയമുള്ളവരെ, പഴയതുപോലെയല്ല, പഴയ കാലഘട്ടം പോലെയല്ല. ഇന്നത്തെ കാലഘട്ടം നിന്ന് പെൺമക്കളെ വഴിതിരിപ്പിക്കാൻ, പെൺമക്കളെ പിടപ്പിക്കാൻ വേണ്ടി ഒരു സമൂഹം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാ. അങ്ങനെയുള്ള ഈ കാലത്ത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ ഇസ്ലാം അല്ലാഹുവേ മുസ്ലിമിനെ പോലെ വളർത്തി, അവൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്ത്, അവൾക്കൊരു നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി അവന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വല്ലാത്ത ത്യാഗമാ. അത് വല്ലാത്ത ത്യാഗമാണ്. ആ ത്യാഗത്തിനാണ് അല്ലാഹു സ്വർഗത്തിലെ മുത്തുനബിയുടെ കൂടെ കൂടാൻ കഴിയുമെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര്, നൊന്ത് പ്രസവിച്ച ഉമ്മമാര്, പെൺമക്കളെ വളർത്തേണ്ട രീതിയിൽ വേണം വളർത്താൻ. കാരണം എന്തെന്നറിയുമോ? ഒരു പെണ്ണ് നന്നായ ലോകം നന്നാവുകയാ. ഒരു പെണ്ണ് നന്നായ പടച്ചവനെ ഈ ലോകം തന്നെ നന്നാവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. അതുകൊണ്ട് പെണ്ണ് നന്നായാലേ പടച്ചവനെ സമൂഹം നല്ല നല്ല മക്കൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരൂ. അതുകൊണ്ട് വാപ്പാ, നിന്റെ പെൺമക്കളെ അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന അമാനത്താ. അവരെ അദബ് പഠിപ്പിക്കേണ്ടത് നിന്റെ കടമയാണ്. അവർക്ക് നന്മ പഠിപ്പിക്കേണ്ടത് നിന്റെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ 18 തികപ്പിക്കണമെങ്കിൽ എന്താ പാടാലോചിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺമക്കൾ വളർന്നു വരുമ്പോ വാപ്പായ്ക്ക് ആദ്യ സ്കൂളിൽ പൊക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും പടച്ചവനെ സിം എവിടേക്കാണ് വെച്ചിരിക്കുന്നത്, മൊബൈൽ എവിടേക്കാണ് വെച്ചിരിക്കുന്നത്, അല്ലാഹു അയല ആർക്കറിയാം. വല്ലാതെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. അല്ലാഹു നമുക്കൊക്കെ അൽഹംദുലില്ലാ, അല്ലാഹു നമുക്കൊക്കെ പെൺമക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പരമനുഷ്യന്മാരെ. ഉള്ളവർക്ക് ടെൻഷൻ, ഇല്ലാത്തവർക്ക് കിട്ടണമെന്ന് ആഗ്രഹം. നമുക്ക് അല്ലാഹു നമുക്ക് സാലിഹത്തായ നല്ല മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം വളരെ പെൺമക്കളെ, നിങ്ങൾ പെൺമക്കൾ, ആൺമക്കൾക്ക് സ്ഥാനമില്ല എന്നല്ല, പെൺമക്കൾ, ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തണം. കാരണം എന്തേ? ഒരു പെണ്ണിന്റെ വയറ്റിൽ നല്ല ഒരു അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് പഠിപ്പിക്കണം, അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അതിനല്ലേ വാപ്പ, അതിനല്ലേ ഉമ്മ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തേ? അല്ലാഹ് നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഏത് വാപ്പയ്ക്ക്? ഏത് വാപ്പയ്ക്ക്? മുത്തുനബി ദുആ ചെയ്ത വാപ്പ ആരാ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വാപ്പ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന വാപ്പ അല്ല. മുത്തുനബി ദുആ ചെയ്ത വാപ്പയാരെന്നറിയുവോ? തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തന്റെ ആമക്കളാകട്ടെ തന്റെ പെൺമക്കളാകട്ടെ, ആ മക്കളെ മാന്യം ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ അദബ് പഠിപ്പിക്കാൻ, അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വടിയുണ്ടോ? മക്കളെ തല്ലാൻ വടി വെട്ടി വെച്ചിട്ടുണ്ടോ? ഒന്ന് കൈ പൊക്കിക്കേ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മക്കളെ തല്ലാൻ വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പമാര് ഒന്ന് കൈ പൊക്കിക്കേ. താത്ത, നിന്നെ തല്ലാൻ കെട്ടിയവന്റെ വടി വെട്ടി വെച്ചിട്ടുണ്ട്. അതന്നെ തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ആലോചിക്കേ. ഈ പ്രായമുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്ക്. വീടിന്റെ അകത്തൊക്കെ ശൈത്താൻ കൂടാറുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ. നമുക്കൊക്കെ വീടിന്റെ അകത്തിരുന്ന് കിടന്ന് ബഹളം വെക്കുമ്പോ പണ്ട് ഉമ്മ ചോദിക്കണ്ടാ അവിടെ ഇരിക്കുന്ന കണ്ടോടാ, അത്രേ ചോദിക്കത്തുള്ളൂ. വാപ്പ വരുന്നല്ല പറയണേ, വാപ്പ വരുന്നു എന്നല്ല പറയുന്നത്. മോനെ, ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാ. അല്ലാഹുവേ, ഒറ്റ കാണും. നല്ലൊരു കാപ്പിക്കമ്പവിടെ ഇരിപ്പുണ്ട്. വാപ്പ തല്ലുന്ന കമ്പ് അവിടെ ഇരിക്കണത്. അത് കണ്ടാൽ തന്നെ നമ്മുടെയൊക്കെ ശൈത്താൻ ഇറങ്ങിപ്പോകുമായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു വീട്ടിൽ ഒരു വടി വാങ്ങിച്ചു വെക്ക്, മക്കളെ നന്നാക്കാൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നതാരാ? ഒരു മക്കളെ എങ്ങനെയാണ്, ഒരു മകളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നത് ആരെന്നറിയുമോ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്. വളർത്തിയാ മാത്രം പോരാ, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ലോകത്തിന്റെ നേതാവ് കാണിച്ചു തന്നു. കാരണം ലോകത്ത് ഒരു വാപ്പയും പറയാത്ത വാക്ക്, എന്റെ പൊന്നുമകള് ഫാത്തിമയുണ്ടല്ലോ, അവളെന്റെ കരളിന്റെ കഷ്ടവാ. പടച്ചവനെ, തന്റെ വാപ്പയുടെ മുഖമൊന്ന് വാടിയാൽ, തന്റെ വാപ്പയുടെ കണ്ണൊന്നു നിറഞ്ഞാൽ ഫാത്തിമയ്ക്കറിയാമായിരുന്നു എന്റെ വാപ്പയുടെ പ്രയാസമെന്താ. അത്രയ്ക്കും രണ്ടുപേരും വല്ലാത്ത സ്നേഹമാ. പടച്ചവനെ, ഫാത്തിമ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പെൺമക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ഒരു പെൺകുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കു പൊന്നു പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വാപ്പയാരാണെന്നൊന്ന് പഠിക്കുമോനെ. ആരാ മുത്തുനബി എന്ന് പറഞ്ഞ വാപ്പയാരാ? അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പെൺമക്കളെ വളർത്തിയ വാപ്പയാ, ഒരുപാട് പെൺമക്കളെ വളർത്തിയ വാപ്പയാ. ആ പ്രവാചകന് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. സമയം കിട്ടുമ്പോഴും എടുത്തു വായിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. നബിയോടുള്ള സ്നേഹം അതൊക്കെയാ. അല്ലാതെ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ കേവലം മൗലിദോതി, കുറച്ച് ബഅദം നടത്തി, കുറച്ച് സ്വലാത്തും പറഞ്ഞ് നബിദിന റാലികളും നടത്തി, വരുന്നവർക്ക് മുഴുവനും ഭക്ഷണ പൊതികളും കൊടുത്തു 12 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാറുള്ളതല്ല മുത്തുനബിയോടുള്ള സ്നേഹം. അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 1 മാസക്കാലം പടച്ചവനെ മൗലിദോതി ഈ കാണിക്കുന്ന ഓളമൊന്നുമല്ല ചെറുപ്പക്കാരാ സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാ അത് എല്ലാ ദിവസവും വേണം പൊന്നുമോന്. അതുകൊണ്ട് ആരാണ് പ്രവാചകനെന്ന് നീ വായിച്ചു നോക്കൂ. ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ തയ്യാറാകൂ. ആ പ്രവാചകന്റെ ജീവിതം കണ്ടു കഴിഞ്ഞോ ഒരു പൊന്നുമോളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തുനബി അതാ കാണിച്ചു തരുന്നുണ്ട്. ആ കാണിച്ചു തന്ന രീതിയിൽ നീ നിന്റെ മകളെ വളർത്തിയാ സുബ്ഹാനല്ലാഹ്, സാക്ഷാൽ ഇബ്ലീസ് വരെ തോറ്റുപോകുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പൊന്നുമോളെ വളർത്തിയതുപോലെ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടല്ലോ, നിന്റെ പൊന്നാര മകളെ വളർത്തിയാ ഒരിക്കലും അവള് പിഴച്ചു പോകൂല, ഒരിക്കലും അവളെ നിന്നെ നാണം കൊടുത്തൂല, ഒരിക്കലും അവള് കണ്ടവന്റെ കൂടെ ഓടൂല. എന്റെ പൊന്നു പെങ്ങള്, നീ പാപം ചെയ്താ നിന്റെ പൊന്നുമോള് നിനക്ക് തിരുത്തി തരും പെങ്ങള്. വാപ്പാ നിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചാൽ ആ പൊന്നുമോള് പറഞ്ഞു തരും, വാപ്പാ ഇത് പാപവാ, ഇത് പാപവാ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ.
നിന്റെ തെറ്റുപോലും നിന്റെ മക്കളെ തിരുത്തി തരുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രവാചകന് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്ക്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ തന്റെ പൊന്നാര മകളെ വളർത്തിയത് എങ്ങനെയാണ്? എല്ലാവരും പറയും പെണ്ണുങ്ങൾക്കാണ് പെണ്ണിനെ അറിയുന്നത്, പെൺമക്കൾക്കാണ് പടച്ചവനെ പെണ്ണുങ്ങൾക്കാണ് പെൺമക്കളുടെ കാര്യം അറിയുന്നതെന്ന് പറയുന്ന പെങ്ങളെ അങ്ങനെയൊന്നുമില്ല. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുമ്പോ ഖദീജ ബീവി മരണപ്പെടുമ്പോ ഫാത്തിമയ്ക്ക് ചെറിയ പ്രായവാ. ആരാ വളർത്തിയത്? അല്ലാഹുവിന്റെ റസൂലല്ലേ, മുത്തി നബിയല്ലേ വളർത്തിയത്. ആ വളർത്തിയതാ തന്റെ പൊന്നാര മകളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ ഏതുപോലെയായെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ ചരിത്രം കേൾക്കാ. മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പെങ്ങളെ വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ, വായിച്ചു നോക്ക് പെങ്ങള്. ആ ഫാത്തിമ ബീവിയുടെ ജീവിതം വല്ലാത്ത ജീവിതമാ, കൊതി തോന്നുന്ന ജീവിതമാ, എല്ലാവർക്കും മാതൃകയുള്ള ജീവിതമാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ അതാ വളർന്നു വരികയാണ്. തന്റെ പൊന്നാര മകൾക്ക് വിവാഹ പ്രായമെത്തി. തന്റെ പൊന്നാര മകളുണ്ടല്ലോ അതാ ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്രവാചകൻ വളർത്തിയത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിവാഹ പ്രായമെത്തിയപ്പോ അതാ പല പല കൊലകൊമ്പന്മാരായ സ്വഹാബത്തുണ്ടല്ലോ, ഒരുപാട് സമ്പന്നന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ നബിയേ? ഓരോ സ്വഹാബികളും വന്ന് ചോദിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കല് ഒരുപാട് സ്വഹാബികൾ വന്ന് ചോദിച്ചു, ഒരുപാട് സമ്പന്നന്മാര് വന്ന് ചോദിച്ചു. പക്ഷേ പ്രവാചകൻ ആർക്കും വിവാഹം കഴിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തതെന്നറിയുമോ? ഇന്നതാ പെമ്മക്കളെ വളർത്തിയിട്ട് 18 19 വയസ്സാകുമ്പോ പടച്ചവനെ തന്റെ പൊന്നാര മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി പരക്കം പായുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പ്രവാചകന്റെ കൂടെ ഓസിന് പോകാമെന്ന് നീ കരുതണ്ട. പ്രവാചകൻ പറഞ്ഞു, നീ അവരെ നല്ലതുപോലെ വളർത്ത്. 10 18 വയസ്സാകുന്നത് വരെ, നിന്റെ മക്കൾക്ക് വിവാഹ പ്രായമെത്തുന്നത് വരെ ആരാണ് അല്ലാഹു വന്ന് നീ പഠിപ്പിച്ചു കൊടുക്ക്. അത് പള്ളിയിലെ ഉസ്താദല്ല പഠിപ്പിക്കേണ്ടത്, അത് സ്കൂളിലെ സാറന്മാരല്ല പഠിപ്പിക്കേണ്ടത്, അത് സ്കൂളിലെ ടീച്ചർമാരല്ല പഠിപ്പിക്കേണ്ടത്, ഉസ്താദന്മാരുടെ വയലിൽ നിന്നല്ല പഠിക്കേണ്ടത്. എന്റെ പൊന്നു പെങ്ങളെ, അല്ലാഹു ആരാണെന്ന് പഠിക്കേണ്ടത്, മുത്തുനബി ആരാണെന്ന് പഠിക്കേണ്ടത് ആദ്യം നീയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ ഗുരുനാഥൻ ഉമ്മയാണ്. ഉമ്മ, നീ പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹ് ആരാണെന്ന് നിന്റെ പൊന്നുമകൾക്ക് പറഞ്ഞു കൊടുക്ക്. ആരാണ് മുത്തുനബി, ആരാ പ്രവാചകൻ ആരാണെന്ന് നിന്റെ പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച്, ഇസ്ലാമതത്തെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നിനക്കുണ്ടല്ലോ. ആ പെൺകുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ഈ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാ. അങ്ങനെ പറഞ്ഞ് ചെറിയ പ്രായം മുതലേ നിന്റെ മക്കളെ നീ നല്ല നിലയിൽ ദീനിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നീ നേരെയാകണമല്ലോ. ബാപ്പാ, നീയല്ലേ നേരെയാകേണ്ടത്, ഉമ്മ നീയല്ലേ നേരെയാകേണ്ടത്. നീ നന്നായാലല്ലേ നിന്റെ മോള് നന്നാകൂ. നിന്റെ മകൾക്ക് മാതൃകയാകേണ്ടത് നീയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എപ്പോഴും ദുആ ചെയ്യാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാ. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാ. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. അതാണാകട്ടെ പെണ്ണാകട്ടെ, വിവാഹം കഴിഞ്ഞവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ, ആര് ദുആ ചെയ്താലും സ്വർഗ്ഗത്തില് കൊട്ടാരമുണ്ടെന്ന് പ്രവാചകം പറയുമ്പോ ആ ദുആയുടെ അവസാനം എന്തേ പറയുന്നതെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ അല്ലാ, ഒരു ഭർത്താവാക്കണേ അല്ലാ. പെണ്ണേ, നീ ദുആ ചെയ്യുന്നത് ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, എന്റെ ഭർത്താവിന് മാതൃകയാകുന്ന, എന്റെ ഭർത്താവിന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന, എന്റെ മകൾക്കും മകനും മാതൃകയുള്ള ഒരു ഉമ്മയാക്കി എന്നെ മാറ്റണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാ, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണോ? നിന്റെ ജീവിതം അങ്ങനെയാണോ? മക്കളെ പോലും പിഴപ്പിക്കുന്നത് നിന്റെ ജീവിത ശൈലിയല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്നെ കണ്ടാണ് നിന്റെ പൊന്നുമോള് പഠിക്കുന്നത്. നീ ഔറത്ത് മറക്കാറില്ല, നീ തലമറക്കാറില്ല, നീ നിസ്കരിക്കാറില്ല, നീ ഖുർആൻ ഓതാറില്ല, നീ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. അന്യ പുരുഷനോട് നീ സംസാരിക്കുന്നവളാണ്, അന്യ പുരുഷന്റെ കൂടെ സഞ്ചരിക്കുന്നവളാണ്. ഇതൊക്കെ നിന്റെ പൊന്നാര മകള് കണ്ട് കണ്ട് പഠിച്ചു വരികയാ. പിന്നെ പിടച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതുപോലെ അദബുകളോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് പ്രായമായ ഒരു പുതിയ ആപ്പിളയെ കണ്ടെത്തട്. നിങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തട്. അവിടെയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? തുൻകഹുൽ മർഅതു ലി അർബഈൻ. 4 കാര്യങ്ങളാണ് അവിടെയും പരിഗണിക്കേണ്ടത്. മക്കൾക്ക് വിവാഹ പ്രായമെത്തിയ എവന്റെ എങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെ 4 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ആ ചെറുതാ നിന്റെ പൊന്നാര മകള് വിവാഹം കഴിച്ചു കൊടുക്കുന്നവന് സൗന്ദര്യമുണ്ടോ? അവന് സമ്പത്തുണ്ടോ? അവന് കുടുംബ മഹിമയുണ്ടോ? അവൻ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ നല്ലതുപോലെ പഠിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാരണം എന്തെന്നറിയോ? ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാര്യമേതാ? ഫളുഫറു ബിദാത്തിദ്ദീൻ. പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ സൗന്ദര്യത്തിനെക്കാളും നിങ്ങൾ മഹത്വം കൊടുക്കേണ്ടത് അവൻ അല്ലാഹുവിനെ കുറിച്ചറിയാവോ? അവന് നബിയെ കുറിച്ചറിയുമോ? അവന് ദീനിനെ കുറിച്ചറിയുമോ? എന്ന് അവൻ ദീനുള്ളവന് വേണം മക്കളെ കെട്ടിച്ചു കൊടുക്കാ. അല്ലാതെ ദീനില്ലാത്ത പണമുള്ളവന്റെ കയ്യിൽ കൊടുത്താ സ്വർഗം കിട്ടൂല. സൗന്ദര്യമുള്ള ദീനില്ലാത്തവന്റെ കയ്യിൽ മക്കളെ കൊടുത്താ സ്വർഗം കിട്ടൂല. കുടുംബ മഹിമ മാത്രമുണ്ട്, അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മുത്തുനബിയെ കുറിച്ചൊരു ഓർമ്മയുമില്ല. അങ്ങനെയുള്ളവന്റെ കയ്യിൽ കെട്ടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഫാത്തിമ എന്ന് പറയുന്ന മുത്തുനബിയുടെ പൊന്നുമോളെ കെട്ടാ മക്കയിലെ സമ്പന്നന്മാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു, ഒരുപാട് കുടുംബ മഹിമയുള്ളവർ വന്നു. എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് മടങ്ങിപ്പോയി. പക്ഷേ മുത്തുനബി ആരെയാ തെരഞ്ഞെടുത്തതെന്നറിയോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ അലിയാര് തങ്ങൾ ഒരു ദിവസം പുല്ല് വെട്ടാൻ പോവുകയാണ്. അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? അതാ പുല്ല് വെട്ടിയിട്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വെട്ടുകയാണ്. ആ പുല്ലുകൊണ്ട് ഒട്ടകങ്ങളുള്ള വീടുകളിൽ കൊണ്ട് വിൽക്കും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്നവനാ അലിയാരിതങ്ങള്. അലിയാരിതങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. പടച്ചവനെ, ചരിത്രം പറയുന്നു 10 മക്കളാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. ആ വീട്ടിലാണ് അലിയാരിതങ്ങളമ കിടന്നത്. പടച്ചവനെ, ആ അലിയാരിതങ്ങൾ പുല്ല് വെട്ടാ പോകുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ, നിനക്കെന്റെ ഫാത്തിമയെ
ഫാത്തിമയെ വിവാഹം കഴിക്കാ സമ്മതമാണോ? അള്ളാന്റെ റസൂല് ചോദിച്ച്, എന്റെ ഫാത്തിമയെ നിനക്ക് വിവാഹം കഴിക്കാ സമ്മതമാണോ? അലിയാർ തങ്ങൾ അത്ഭുതമായി അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കളിയാക്കുകയാണോ നബിയേ? എന്നെ കളിയാക്കുകയാണോ നബിയേ? ഈ പാവപ്പെട്ട എനിക്ക് ഫാത്തിമാനെ കെട്ടിച്ചു തരാരോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അലിയേ നിനക്ക് സമ്മതമാണോ? പ്രവാചകൻ അങ്ങനെ കളിയാക്കാറില്ല, പ്രവാചകൻ അങ്ങനെ തമാശ പറയാറില്ല. അലിയാർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ. അലിയാർ തങ്ങൾ മുത്തുനബിയോട് പറയുകയാ, മഹർ വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, കേറിക്കിടക്കാൻ നല്ല ഒരു വീടില്ല, ഒരു കുടുംബ വീടാണുള്ളത്, 10 പേരാ കൂടക്കകത്താണ് കിടക്കുന്നത്, മഹർ വാങ്ങാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് അതാ ഒരു വാളാണ്, ഒരു കുതിരയാണ്, പടച്ചവനെ ഒരു പരിചയാണ്. ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അലിയേ ഈ പരിച കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് മഹർ വാങ്ങിയിട്ട് വാ അലിയേ. അലിയാർ തങ്ങൾ പടച്ചവരെ അതാ മഹർ വാങ്ങുന്നതിന് വേണ്ടി തന്റെ കയ്യിലിരുന്ന ഒരു പരിചയുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മഹർ വാങ്ങി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നു. മുത്തുനബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു വിട്ടു. തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു. ആർഭാട വിവാഹങ്ങളായിരുന്നില്ല. അള്ളാഹുവേ, ഇന്നത്തെ വിവാഹങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എന്റെ വിഷയം മാറിപ്പോകും. നിങ്ങളിൽ പലർക്കും അത് സഹിക്കാൻ കഴിയാത്തതായത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും കൂടെ ഖുറാത്തിന്റെ വീട്ടിലേക്ക് പോയി. അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തുനബിയുടെ മകളെയാണ് അലിയാർ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു സന്തോഷമെന്നറിയുമോ? രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കയറി. അലിയാർ തങ്ങളെ വിളക്കണച്ചു. വീടിന്റെ അകത്തതാ കയറിയതിനു ശേഷം വാതിലടച്ചു. അതാ കുറച്ചു സമയം കഴിയുമ്പോ വീടിന്റെ അകത്തൊരു കരച്ചില് കേൾക്കുകയാ. വാപ്പാ, മുത്തുനബി മകളെ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്ക് തിരിയണമെങ്കിൽ കല്യാണം കഴിഞ്ഞു പാതിരാത്രി മണിയറക്കകത്ത് കയറിയപ്പോ അതാ അലിയാർ തങ്ങൾ നോക്കുമ്പോ മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാർ തങ്ങൾ ചിന്തിച്ചു, ആരാ അല്ലാഹ്, ഈ മണിയറക്കകത്തിരുന്ന് കരയുന്നതാരാ അല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാർ തങ്ങൾ നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാ. പുതിയ പെണ്ണ് മണിയറക്കകത്തിരുന്ന് കരയുകയാ. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഒരുപാട് സമ്പന്നന്മാര് നിന്നെ വിവാഹം കഴിക്കാമെന്നല്ലോ. അതാ ഈ പാവപ്പെട്ട എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണോ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ ഈ മക്കത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുവോ? ഈ മദീനത്തെ ഏത് പെണ്ണാ നിങ്ങൾ ആഗ്രഹിക്കാത്തത്? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അലിയേ. പിന്നെ എന്തിനാ ഫാത്തിമ കരയുന്നത്? എന്തിനാ ഫാത്തിമ കരയുന്നത്? പുതുമണവാട്ടിയോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, അലിയേ മണിയറക്കകത്ത് വിളക്കങ്ങണച്ചപ്പോ വല്ലാത്ത ഇരുളാടല്ലോ, വെളിച്ചമില്ലല്ലോ, വല്ലാത്ത ഇരുട്ടാടല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ.
ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട കബറാട്. ഈ ഇരുട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അല്ലാഹുവേ, ആരാ പറയുന്നത്? പുതുമണവാട്ടിയാ. ആരോടാ പറയുന്നത്? പുതിയാപ്പളയോടാണ്. എപ്പോഴാണ് പറയുന്നത്? മണിയറയ്ക്കകത്ത്. മണിയറയ്ക്കകത്ത്, ആ മണിയറയ്ക്കകത്തിരുന്നു കൊണ്ട് ഫാത്തിമ പറയുകയാ, അലിയേ, ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. ഇതല്ല അലിയേ മണിയറ, ഇതല്ല അലിയേ മണിയറ. മണിയറ ഇവിടെയല്ല. മണിയറ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല, വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. അതാ നമ്മള് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ്, കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ട് കുടിച്ചിടുമല്ലോ. ആ കുടിച്ചെടുക്കുന്ന ഖബറിന്റെ അകത്ത് ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭാര്യയായി കിട്ടിയ സന്തോഷത്തിന് മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന ഭർത്താവിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, ഇവിടെയല്ല മണിയറ, അത് പള്ളിപ്പറമ്പിലാ മണിയറ. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെ മണ്ണിലാണ് കിടക്കേണ്ടത്. അവിടെ ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാട്. ആ ഖബറിന്റെ വല്ലാത്ത ശിക്ഷയാണ്. ആ ഖബർ ഇടുങ്ങിയതാണ്. അല്ലാഹുവേ, ആ ഖബർ നമ്മളെ ഞെരിക്കുമല്ലോ. അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാ, അതാടാ പുതിയാപ്പട ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും മലക്കുകൾ പറയുന്ന രീതിയിൽ നമ്മുടെ ഖബർ നമുക്കൊരുക്കാമലിയേ എന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, പെമ്മക്കള്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാന്റെ റസൂല് തന്റെ മകള് വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞ് മണിയറയ്ക്കകത്ത് കയറി വന്നിട്ട് വിളക്കങ്ങോട്ട് അണഞ്ഞപ്പോ ഇരുന്ന് കരയാ. വിളക്കങ്ങട്ട് അണച്ചപ്പോ, ലൈറ്റങ്ങട്ട് അണച്ചപ്പോ ഇരുള് കണ്ടപ്പോ കരയാ. എന്തിനാ ഫാത്തിമ കരയണേ? ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന്. അതുകൊണ്ട് ഇവിടെയൊന്നുമല്ല മണിയറ. മണിയറ ഒരുക്കുവാണെങ്കിൽ പള്ളിപ്പറമ്പിൽ ഒരുക്കണം. മണിയറ ഒരുക്കുകയാണെങ്കിൽ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇവിടെയല്ല, പള്ളിപ്പറമ്പിലെ ഒന്നാമത്തെ രാത്രി. അതുകൊണ്ട് ആ രാത്രി നമുക്ക് മണിയറയാക്കണമെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാം, ഖുർആൻ ഓതാം, സലാത്ത് പറയാം, ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.